ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഹായ്, എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക്. ഇന്ന് പെരുന്നാളാണ്, കുവൈത്തിലാണ്. ഇന്ന് ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ്. രാവിലെ തന്നെ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ. സമയം 5 മണി കഴിഞ്ഞു, 5 മണി ആകാൻ പോകുന്നു. 5:15 ഇവിടെ പെരുന്നാൾ നിസ്കാരം. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ തക്ബീർ ധ്വനികൾ ഇങ്ങനെ കേൾക്കണം. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. സേഫായിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കാണാം. ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. അല്ല, കുട്ടികൾക്ക് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പെരുന്നാൾ നമസ്കാരം എല്ലാം കഴിഞ്ഞു. നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ചെറിയ രീതിയിൽ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ അടുത്ത പെരുന്നാൾ നമസ്കാരം. കാര്യച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് പ്രോട്ടോക്കോൾ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു. ഒരു 15 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അതാണ്. അപ്പോൾ ഇന്ന് നേരെ ഉച്ചയ്ക്ക് റൂമിൽ ചെന്നിട്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കി കഴിക്കുക. അതാണ് മെയിനായിട്ടുള്ള പരിപാടി. കുവൈത്തിൽ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. ഒരാഴ്ചയായിട്ട് ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. പുറത്തേക്കൊന്നും അധികം കറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോൾ ഹ്യൂമിഡിറ്റി കൂടും. അപ്പോൾ അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഞങ്ങളിങ്ങനെ ഫാഹിലിൽ ദബ്ബൂസിൻ്റെ മസ്ജിദിലാണ് വന്നത്. ഞാനുണ്ട്, ഞങ്ങളുടെ റൂംമേറ്റ്സ് എല്ലാവരും ഉണ്ട്. കഴിഞ്ഞ പെരുന്നാളിൽ പോയത് പോലെ തന്നെ എല്ലാവരും ഉണ്ട്. ദബ്ബൂസ് മസ്ജിദിലാണ് വന്നത്. മാസ്ക് എല്ലാം ഉണ്ട്. വീഡിയോ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഊരിയെന്നുള്ളൂ. ഇവിടെ ദബ്ബൂസ് ഇവിടെ കുട്ടികൾക്ക് പൈസ കൊടുത്തു. ഇവിടെയുള്ള ക്ലീനിങ് തൊഴിലാളികൾക്ക് പൈസ കൊടുത്തിട്ട് പുള്ളി പോകുന്ന കേട്ടോ. പുള്ളി എല്ലാ പെരുന്നാളിലും പുള്ളിയുടെ വക ഒരു ചെറിയൊരു സമ്മാനം ഉണ്ടാവും കുട്ടികൾക്കും അതുപോലെ തന്നെ ഇതുപോലുള്ള തൊഴിലാളികൾ, അങ്ങനെ ചെറിയ ആളുകൾക്കൊക്കെ കേട്ടോ. എന്തായാലും സന്തോഷം അത് കണ്ടപ്പോൾ. നമ്മളിവിടെ വന്നപ്പോൾ ഇതാ നമുക്ക് വെള്ളം ഫ്രീ ആയിട്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം, ഇതെന്താ ഒരു പ്രത്യേകത അറിയാമോ? നമ്മൾ കുവൈറ്റ് ഇവർക്ക് ഇങ്ങനെ പൈസ കൊടുത്തിട്ട് പോകും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് കൊടുക്കും അവർക്ക്. ഈദ് മുബാറക്, ഈദ് മുബാറക്. പുള്ളി നമുക്ക് ഫ്രീ ആയിട്ട് തന്നാ കേട്ടോ വെള്ളം. ഒരു കുപ്പി വെള്ളം, നല്ല തണുത്ത വെള്ളമാണ്. രാവിലെ തന്നെ ഫ്രീ ആയിട്ട് തന്നാണ് കേട്ടോ. ജസാക്കുമുല്ലാഹ് ഖൈർ. ഈദ് മുബാറക്. നമ്മളിപ്പോൾ ഷൂ ലസീസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം കിട്ടുന്നുണ്ട്. ഇവിടെ ആ ഒരു സംഭവം മേടിക്കാൻ വന്നതാണ്. അഹമ്മദിയിലാണ് കേട്ടോ നമ്മുടെ ഷൂ ലസീസ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ കൊറോണ ആയതുകൊണ്ട് അകത്ത്, ഇത് രാവിലെ തന്നെ ആയതുകൊണ്ടാണ് അകത്തിരിക്കാൻ പറ്റില്ല. നമ്മൾ സാധനം മേടിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു ഇവിടെ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഓർഡർ ചെയ്യുന്നത് ഈ മിഷൽ താത്ത് എന്ന് പറയുന്ന സാധനം കേട്ടോ. ചിക്കൻ മിഷൽ താത്ത്, മീറ്റ് മിഷൽ താത്ത്. ഓക്കെ, ഇവിടുത്തെ ഒരു വെറൈറ്റി ഐറ്റാണ് ഈദ് മുബാറക്. അപ്പോൾ നമ്മുടെ ഇന്ന് രാവിലെ തന്നെ പെരുന്നാളായിട്ട് ഈ ഒരു ഐറ്റാണ് മേടിക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്ക്. ചിക്കൻ നല്ലത് ചോദിച്ചു നോക്ക്. മിഷൽ താത്ത് മേടിക്കാൻ പോണ ഇതാട്ടോ ഐറ്റം. ഇതാണ് ഐറ്റം. പിന്നെ ഇതുണ്ട്. എന്താ പേരെന്താ? രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാക്കാമെന്ന് വെച്ചു. പെരുന്നാളൊക്കെ ഉള്ള ഒരു വെറൈറ്റി ആയിട്ടിരിക്കുന്നത് വെച്ചു. അപ്പോൾ അഹമ്മദിയിൽ ഷൂ ലസീസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന മിഷൽ താത്ത് എന്നാണ് ഇപ്പോൾ ഇരുന്ന് പറഞ്ഞാൽ. അതിൻ്റെ ചിക്കനിലുണ്ട്, മീറ്റ് ഉണ്ട്, മട്ടൻ, അങ്ങനെ ആ ഒരു വെറൈറ്റിയിലൊക്കെ വരുന്ന ഒരു ഐറ്റമാണ്. കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ രാവിലെ തന്നെ ഇതാ എന്ത് പരിപാടി? ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഇതിൽ വന്ന നമ്മുടെ സഹപ്രവർത്തകരും കൂട്ടുകാരൊക്കെയാണിത്.
രാവിലെ തന്നെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റ് കുവൈത്തിൽ ഇവിടെ ഈ ഒരു ഫാഹിൽ ഏരിയയിൽ അല്ല ഈ അഹമ്മദ് ഏരിയയിലൊക്കെ നല്ല അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ടു ലസീസ്ന്ന്. ഇവിടുത്തെ വെറൈറ്റി ആയിട്ടാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത്. അത് കാണിക്കാം, അത് കഴിക്കാൻ നേരത്ത് കാണിക്കാം കേട്ടോ. ഓ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മിഷൽ താത്ത് എന്നാണ് പേര് കേട്ടോ. ചിക്കനും ഉണ്ട്, മുഷ്തലാത്ത് അല്ലേ? ഓക്കെ, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്. 2 ഐറ്റം നമ്മൾ രാവിലെ തന്നെ മേടിച്ചിരിക്കുന്നത്. പെരുന്നാളായിട്ടപ്പോൾ ഒന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഒന്ന് ആക്കാന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഓക്കെ, കണ്ടില്ലേ ഇവിടുത്തെ ഒരു നല്ല ടേസ്റ്റാണ് ഈ ഐറ്റം. ഒരു ലെയർ പോലെ ഇതിനകത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പീസ് കട്ട് ചെയ്തിട്ട് ഒരു 16 പീസ് ഉണ്ട് ഇതിനകത്ത് ഒരു 16 പീസ് ഉണ്ട്. ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക്. അപ്പോൾ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്, കാരണം കുവൈത്തിലെ കുറച്ച് സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, കൊറോണയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ലേറ്റ് ആവുന്നത്, അധികം ചെയ്യാത്തത്. ഓക്കെ, നമുക്കിപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇത് ബീഫാ? എന്താണ് കേട്ടോ? ബീഫാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ്. ബീഫ് ഒരു വെറൈറ്റിയാണ്. ചീസൊക്കെ വെച്ച് അകത്ത് വെച്ച് മയോണൈസ് ഉണ്ട്, എല്ലാം നല്ല ലെയറായിട്ട് നല്ല ടേസ്റ്റാണ് ബീഫ്. പക്ഷേ ചിക്കൻ്റെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഈ ഇതുണ്ടല്ലോ, ഈ കറങ്ങുന്ന കോഴി, അതിൻ്റെ ആ ടേസ്റ്റ് തന്നെയാണ് ഈ ചിക്കൻ്റെ സംഭവത്തിൽ. പക്ഷെ ബീഫ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബീഫ് മേടിച്ചൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ആസിഫാണ് ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടോ. മട്ടൻ ബിരിയാണിയാണ്. ഇത് റൈസ് ഇവിടെ റെഡിയാണ്. ഇവിടെ ചമ്മന്തി ഉണ്ട്, സലാഡ് ഉണ്ട്, അവിടെ എല്ലാം റെഡിയാണ്. കണ്ടില്ലേ, കാണാൻ നല്ല മൊഞ്ചുള്ള ബിരിയാണി. ഓ സൂപ്പർ. ഇന്ന് മട്ടൻ ബിരിയാണിയാണ് പെരുന്നാളായിട്ട്. നമ്മുടെ കുക്ക് ഇന്ന് വന്നില്ല, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവിടെ ആസിഫ് തന്നെ എല്ലാം റെഡിയാക്കി. ആസിഫ് നമ്മുടെ മുഹമ്മദ് ഭായും കൂടെ ചേർന്നിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇന്നത്തെ ബിരിയാണി. നമ്മളെല്ലാവരും ചേർന്നിട്ട് ഇന്നിപ്പോൾ കഴിക്കാൻ പോകണം. ഓക്കെ, സോറി ബിരിയാണി അല്ല അല്ലേ, നെയ്ച്ചോറും മട്ടൻ കറിയല്ല, മട്ടൻ കറിയാണ് കേട്ടോ. സോറി ഗൈസ്, നമ്മൾ കുക്ക് വരാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒപ്പിച്ചു. ഇപ്പം എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ പെരുന്നാളിനൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ മട്ടൻ കറിയാണ്, മട്ടൻ കറിയും നെയ്ച്ചോറും സൂപ്പർ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഒന്ന് കഴിക്കണം.